സ്പാ സെന്ററുകളെക്കുറിച്ചുള്ള വാർത്തകളും ചർച്ചകളും സജീവമായിരിക്കെയാണ് സംവിധായകൻ എബ്രിഡ് ഷൈൻ സ്പാ എന്ന പേരിൽ സിനിമയുമായി എത്തിയത്. ബോൾഡ് സിനിമ എന്ന അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിലും ഒരു വിഭാഗം പേർ സിനിമയെക്കുറിച്ച് മോശം പ്രചരണം നടത്തുകയെന്നാണ് സംവിധായകൻ പറയുന്നത്. സിനിമയുടെ കഥ യാഥാർത്ഥ്യത്തിനോടൊപ്പം ഭാവനയും കൂട്ടിച്ചേർത്തുള്ളതാണെന്നും എബ്രിഡ് ഷൈൻ പറഞ്ഞു. സ്പാ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പ്രചാരണം ശക്തമാകുന്ന സാഹചര്യത്തിലാണ് സിനിമയുടെ സംവിധായകനും അഭിനേതാക്കളും ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ടത്. പലതരത്തിലുള്ള വൈകാരികത പങ്കുവയ്ക്കുന്ന സിനിമയാണ് സ്പാ എന്ന് സംവിധായകൻ എബ്രിഡ് ഷൈൻ പറഞ്ഞു. കഥ ആലോചിച്ച് 10 വർഷമെടുത്താണ് സിനിമയാക്കിയത്. സിനിമയെ മുൻവിധിയോടെ കാണുന്നവരോട് യുദ്ധം പ്രഖ്യാപിക്കാനില്ലെന്നും എബ്രിഡ് ഷൈൻ വ്യക്തമാക്കി. പകൽമാന്യന്മാരെ കുറിച്ചുള്ള സിനിമയാണ് സ്പാ എന്ന് നടൻ ശ്രീകാന്ത് മുരളി പറഞ്ഞു. ഇതൊരു അഡൽട്ട് കോമഡി എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയെങ്കിലും റിവ്യൂ പറയുന്നിടത്ത് നമുക്ക് കാണാം പല ആൾക്കാരും റിവ്യൂ ഉണ്ടാതിരിക്കണം. കാരണം എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ നല്ല രസമുള്ള റിവ്യൂസ് പറഞ്ഞവരുടെ അവരുടെ റിവ്യൂവിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഈ സിനിമയെ പറ്റി അഭിപ്രായം ഇതെന്തോന്നറിയെന്ന് ചോദിക്കുന്ന ആൾക്കാർ ശരിക്കും അങ്ങനെ ചോദിക്കുന്നവരുടെ എണ്ണം കൂടിയാൽ എബ്രിഡ് ഷൈന്റെ സിനിമ സക്സസ് ആയി നടത്തും. സ്പാ ചെയ്യുന്നതിനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും തെറ്റിദ്ധാരണയുണ്ടെന്ന നായിക ശ്രുതി. സ്പാ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന ഡെമോയും അണിയറ പ്രവർത്തകർ അവതരിപ്പിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.